തിരൂരിൽ നിന്നാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ സെമി ഫൈനലിലേക്ക് കടന്നതിൽ ഭയങ്കര സന്തോഷം. അതിനോടൊപ്പം തന്നെ നല്ല ടെൻഷനും ഉണ്ട്. നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇവർ കിറ്റ് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണുള്ളത്, എങ്ങനെ ചെയ്യാൻ പറ്റുക നോക്കാം. മാക്സിമം ട്രൈ ചെയ്യാം. നേന്ത്രപ്പഴം നമ്മൾ കിറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിലാണ്. അവിലുണ്ട്, പിന്നെ ഷുഗർ, മിൽക്ക് പൗഡർ ഉണ്ട്, പിന്നെ ഏലക്കായ ഉണ്ട്, പാല്, ശർക്കര ഉണ്ട്, നെയ്യ്, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പായസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ എന്ത് ചെയ്തു, പാല് ഞാൻ കുക്കറിലാണ് പാല് കുറുക്കിയെടുക്കുന്നത്. പാലൊഴിച്ചിട്ടുണ്ട്. പാലിനൊന്ന് ചൂടായി വരട്ടെ. പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഴം കട്ട് ചെയ്ത് വെക്കാം. പഴം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് പാല് അടി പിടിക്കാണ്ട് നോക്കണം, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. പാലിലേക്ക് ഞാൻ ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട്, പാല് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പാല് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരല്പം മാത്രം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നല്ലോണം മെൽറ്റായതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ പാല് ഇറക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്പം ശർക്കരപ്പാനി മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ടതുള്ളൂ. ശർക്കര മെൽറ്റായി വരാൻ സമയമെടുക്കും. ഇനി നമ്മൾ പഴം ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കണം. അടുത്തത് എന്ത് ചെയ്യുക, നെയ്യ് ഒഴിച്ചിട്ട് പഴം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം. പഴം നന്നായിട്ട് നെയ്യിൽ വറുത്തെടുക്കണം. നല്ലോണം ഉടച്ചു കൊടുക്കുക. ഒന്ന് വാടി കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അണ്ടിപ്പരിപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഒരല്പം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ മെൽറ്റാക്കി വെച്ച ശർക്കര പാനിയാണ്. ഇതിലേക്ക് അവലെടുത്തിട്ട് ഇത്രയും മതി, ഒരു ബൗളിൻ്റെ ഫ്ലൈറ്റ് വേണ്ട, അങ്ങനെ 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ പാല് നമ്മളിവിടെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. പാല് ചേർത്ത് കൊടുക്കുകയാണ്. പാല് മുഴുവനായിട്ട് ചേർത്തിട്ടില്ല, അങ്ങനെ ഒരു 3 പ്രാവശ്യമായിട്ടാണ് പാൽ ഒഴിക്കുന്നത്. ഫസ്റ്റ് പാലൊന്ന് കുറുകിയതിന് ശേഷമാണ് ബാക്കിയുള്ള പാലൊഴിച്ചു. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ബാക്കി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് അവിലാണ്. ഇപ്പോൾ വീണ്ടും തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ടൈറ്റാക്കി എടുക്കുക. പാല് ഒന്നുകൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും 1 സ്പൂണും കൂടെ പഴം അരച്ചത് ചേർത്ത് കൊടുത്തു. നമുക്ക് പായസം ഒന്ന് ഇറക്കി വെക്കാൻ കാരണം നമ്മളിവിടെ ശർക്കര മെൽറ്റ് ചെയ്തിരുന്നു, അത് വീണ്ടും ടൈറ്റായിട്ടുണ്ട്. ശർക്കര മെൽറ്റാക്കുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മതി. നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇത് റെഡി ആകുമ്പോഴേക്കിന് നമ്മൾ മിൽക്ക് പൗഡർ ലൂസാക്കി എടുക്കുക. ഇവിടെ എന്തായി, റെഡിയായി. ചെറിയ പണികൾ കൂടെ ഉണ്ട്. ഒരു 5 മിനിറ്റിൻ്റെ ചേർക്കാനേ ഉള്ളൂ. ഏത് പാലാണ് യൂസ് ചെയ്തത്? 2 പാലും യൂസ് പശുപാൽ ഉപയോഗിച്ചു, കോക്കനട്ട് മിൽക്കാണ് ഇപ്പം നെയ്യ് ചേർത്ത്. ഓക്കെ ഓക്കെ. ഇത് നോക്കി, ഈ കളറും ഡിഫറെൻ്റ് ആണ്. ഷീസ് മേക്കിംഗ് അനദർ ടൈപ്പ് ഓഫ് പായസം. വ്യത്യസ്തമായ പലതരം അവൽ പായസം നമ്മൾ കാണാൻ പോളൂ. അടിപൊളി. പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്രയും ടൈറ്റ് വരും. അത് ഒന്നും കൂടെ ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ അത് തിക്കായി പോവും. അതിലേക്ക് നമ്മൾ ഈ പാല് ചേർത്ത് കൊടുക്കണം. പായസം റെഡിയായി വന്നിട്ടുണ്ട്.